കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ്. വടകര, പയ്യോളി, കൊയിലാണ്ടി മേഖലകളിലാണ് മഴ. പയ്യോളിയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ടായി, ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ പെട്രോൾ പമ്പ് വെള്ളത്തിനടിയിലായി. സൗത്ത് ബീച്ചിൽ ഉണ്ടായിരുന്ന 7 പേർക്ക് ഇടിമിന്നലേറ്റു. പരിക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിലാണ്. വടകരയിൽ കടലിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി സജീഷ് മരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അത്താഫി ഫൈബർ വള്ളത്തിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ കടലിലേക്ക് തെറിച്ചു വീണത്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, കോഴിക്കോട്ട് നിന്ന് വരുന്നത് വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പറയൂ. ഗോപികൃഷ്ണൻ, നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. മേഘാവൃതമായ കാലാവസ്ഥയാണ്. ഏതു സമയത്തും മഴ പ്രതീക്ഷിക്കാം. ഇന്ന് രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് വടകര, കൊയിലാണ്ടി, പയ്യോളി മേഖലകളിൽ തോരാ മഴയായിരുന്നു. ഈ മഴയാണ് ദേശീയപാതയിൽ വെള്ളക്കെട്ടിന് കാരണമായത്. പയ്യോളിക്ക് സമീപമാണ് ദേശീയപാതയിൽ അരയാൾ പൊക്കത്തിൽ വെള്ളക്കെട്ടുണ്ടായത്. ഇപ്പോഴും ഈ വെള്ളക്കെട്ട് തുടരുകയാണ്. അതുകൊണ്ട് കൊയിലാണ്ടിയിൽ നിന്നും വടകരയിലേക്കും വടകരയിൽ നിന്നും കൊയിലാണ്ടിയിലേക്കുമുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര വഴിയാണ് നിലവിൽ വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിക്കൂറിലധികം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകുകയും പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ വൈകിട്ടോടുകൂടി ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതോടൊപ്പം മറ്റൊരു സംഭവം ഉണ്ടായത് കടലിൽ വീണൊരു മത്സ്യത്തൊഴിലാളി മരിച്ചതാണ്. അതായത് ഈ മാസം 26-ാം തീയതി ആയിരുന്നു 40 പേരടങ്ങുന്ന സംഘം മടപ്പള്ളിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഈ മത്സ്യബന്ധനത്തിനിടയിലാണ് വടകര സ്വദേശി കടലിൽ വീണത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരു സംഭവം നടന്നത് 7 പേർക്ക് മിന്നലേറ്റതാണ്. അത് കോഴിക്കോട് നഗരത്തിന് സമീപമാണ് 7 പേർക്ക് മിന്നലേറ്റത്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടലിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതിനിടയിലാണ് ഇവർക്ക് 7 പേർക്കും മിന്നലേറ്റിട്ടുള്ളത്. എന്താണെങ്കിലും മഴയുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് കോഴിക്കോട് ജില്ലയിൽ. ശരി, കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് മഴ ദുരിതം വിതച്ചത്, അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്, ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.